ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. ഈ ദിവസം ശിവൻ ശ്രീ പരമേശ്വര രൂപത്തിൽ പാർവതി ദേവിയുമായി വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ നൽകി എന്നാണ് ഐതിഹ്യം. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെ പുത്രൻ ഉദയനാപുരം ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന അഷ്ടമി ഉത്സവത്തിന്റെ 7ാം നാളിലാണ് പ്രശസ്തവും അതിമനോഹരവുമായ ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്. പുലർച്ചെ ഉദയനാപുരത്തപ്പനെ യാത്രയയപ്പ് നടത്തുകയും ചെയ്യുന്നു. താരകാസുരനെ കൊന്ന് വിജയശ്രീലാളത്തിനായി എത്തുന്ന ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെ അച്ഛനായ വൈക്കത്തപ്പനും ഉപദേവതമാരും ചേർന്ന് സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. തുടർന്ന് ഉദയനാപുരത്തപ്പന്റെ ഹൃദയസ്പർശിയായ വിടവാങ്ങൽ. മകനുമായുള്ള വേർപാടിൽ ദുഃഖിക്കുന്ന ദേവനും ഭക്തരും വികാരപരമായി ഒന്നായിത്തീരുന്ന ആ നിമിഷത്തോടെ 12 ദിവസത്തെ ആഘോഷവും വിട പറയും.